അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ, വിദ്യാർത്ഥിനികളെ, എൻ്റെ ശബ്ദം കേൾക്കാനിട വരുന്ന മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരു സ്വാലിഹ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ആമുഖം നീട്ടിപ്പറ്റി പറയാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ചുരുങ്ങിയ വാക്കിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു. ഈ പറയുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ തീരുമാന അഭിപ്രായങ്ങളായിരിക്കും. ഓരോ ഉസ്താദുമാർക്കും അതിൻ്റേതായ രൂപത്തിലുള്ള ഹിക്മത്തും അറിവുകളും തന്ത്രവും ഉണ്ടാകും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലിസാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു പഠന ശാസ്ത്രം എങ്ങനെ നമുക്ക് എളുപ്പമാക്കി സാധിക്കും മക്കൾക്ക് എന്നുള്ളതാണ്. ഇങ്ങനൊരു വോയിസിൽ വരാനുള്ള കാരണം മക്കളും പല ആളുകളും ഇതൊരു ഭാരമായി, ഇതൊരു പ്രയാസമായി പറയുകയും അവതരിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായ ഒരു സത്യം അറിയിച്ചു കൊടുത്താൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ട അൽഹംദുലില്ലാഹ് ഖൈറാവും എന്നുള്ള നിയത്ത് പ്രകാരം വരികയാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ 6ാം ക്ലാസ്സിലുള്ള ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തെ ഒന്നാമത്തെ പാഠത്തെ സംബന്ധിച്ച് ആണ് സംസാരിക്കാൻ പോകുന്നത്. പരീക്ഷകൾ അടുത്തു വരികയാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്നതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ലിസാനുൽ ഖുർആൻ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാഠഭാഗം തുടങ്ങി അർത്ഥം വെച്ച് മറ്റ് കിതാബുകളെ പോലെ ഒരിക്കലും പറയരുത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് വിഷയമാണെങ്കിലും നമ്മൾ ആദ്യം കുട്ടികളോട് പറയാറ് ഇതിൻ്റെ ഉള്ളടക്കം പറയും. എന്നതുപോലെ ഈ കിതാബിൻ്റെ അവസാനത്തിൽ കാണാം ഒരു ചുവന്ന കളറിൽ വെള്ള എഴുത്തിൽ കൊടുക്കും ഓരോ പാഠത്തിലും. അൽ മഅറൂഫ് വൽ മജ്ഹൂൽ എന്നുള്ളതാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് മഅറൂഫ് എന്നാൽ എന്ത്, മജ്ഹൂൽ എന്നാൽ എന്ത്, അതിൻ്റെ ക്രിയകൾ എങ്ങനെയെന്നുള്ളതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ആ മഅറൂഫ് എന്നാൽ എന്ത് എന്നുള്ള കുട്ടികൾക്ക് ബോധം മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്രിയകൾ കുട്ടികൾ തന്നെ ഉണ്ടാക്കും. നമ്മൾ ഉദാഹരണം കിതാബുകളിൽ 2-3 ഉദാഹരണം പറഞ്ഞു കൊടുത്ത് ബാക്കി അവർ നിർമ്മിച്ചുണ്ടാക്കും. ഉദാഹരണം മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഫായിലിനെ അറിയപ്പെട്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്താണ് ഈ ഫായിൽ? കർത്താവ് ക്രിയ ചെയ്താണ്. അവർ ക്രിയയുണ്ടാകും, കർത്താവ് ഉണ്ടാകും. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ക്രിയയുണ്ട്, കർത്താവില്ല, കർത്താവിനെ അറിയപ്പെടാത്തത്, അതായത് ഫായിലിനെ അറിയപ്പെടാത്തത്. ഫായിൽ ആ സെൻറ്റൻസിൽ കാണാൻ സാധ്യമല്ല എന്നർത്ഥം. മക്കളെ നോക്കൂ, ഉദാഹരണം ഖത്തല എന്നുള്ള ഉദാഹരണം എടുക്കുക. ഖുത്തില എന്നുള്ള ഉദാഹരണം നമ്മൾ ബോധീകരിച്ചു കൊടുക്കുക. ഖത്തലക്ക് നമ്മൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം വെച്ച് കൊടുക്കുക. അവനൊരു പുരുഷൻ കൊന്നു. ഖുത്തില എന്നുള്ളതിനും അവനൊരു പുരുഷനെ കൊല ചെയ്യപ്പെട്ടു. ഇവിടെ 2 സെൻറ്റൻസ് നിങ്ങൾ കണ്ടില്ലേ? ഒന്ന് ഖത്തല, ഒന്ന് ഖുത്തില. ഇതിൽ ഒന്ന് മഅറൂഫാണ്, ഒന്ന് മജ്ഹൂലാണ്. ഏതാണ് മഅറൂഫ്, ഏതാണ് മജ്ഹൂൽ എന്ന് കുട്ടിയോട് ചോദിച്ചു നോക്കൂ. അവർ പറയും ഖത്തലയാണ് മഅറൂഫ്. അപ്പോൾ എന്തുകൊണ്ട് അത് മഅറൂഫ് എന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് തിരിച്ച് നമ്മൾ ചോദിക്കും. അപ്പോൾ അവർ പറയും അവിടെ ഫായിലുണ്ട് ഉസ്താദ്. ഏതാണ് ആ ഫായിൽ? ഹുവ എന്നുള്ളതാണ്. അവൻ എന്ന് മലയാളത്തിൽ പറയും, അതിൻ്റെ അറബി ഹുവ എന്ന് പറഞ്ഞു കൊടുക്കുക. അവനൊരു പുരുഷനെ കൊന്നു, അവനൊരു പുരുഷനെ കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ആദ്യത്തിൽ കൊന്ന ആളെ നമ്മൾ കാണുന്നുണ്ട്, രണ്ടാമത്തിൽ കൊന്ന ആളെ കാണുന്നില്ല. ഇങ്ങനെയാണ് മക്കളെ നമ്മൾ ഇതിന് ക്രിയയിലുള്ള മഅറൂഫ് മജ്ഹൂൽ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ വാക്കുള്ള ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങളതിൻ്റെ ഫായിലുള്ള ക്രിയ ഏതാണ്, ഫായിലില്ലാത്ത ക്രിയ ഏതാണെന്ന് ബുക്കിൽ നോക്കി മജ്ഹൂൽ മഅറൂഫ് നോക്കിയാൽ പറഞ്ഞു തരും. പക്ഷെ അവരോട് വീണ്ടും ചോദിക്കുക, എന്തുകൊണ്ട് നിങ്ങളതിനെ മഅറൂഫ് എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് ഇതിൻ്റെ മജ്ഹൂൽ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ ഈ വിഷയം നമ്മളോട് പറഞ്ഞു തരും. എന്നിട്ട് നമ്മൾ ആ വിഷയം മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം പാഠഭാഗങ്ങൾ ഇങ്ങനെ വിസ്മിൻ ചൊല്ലി തുടങ്ങി പാഠഭാഗത്തിൻ്റെ അർത്ഥങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ വളരെ ഈസിയായി ആ പാഠത്തിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട വിഷയം എളുപ്പത്തിൽ അവർക്ക് മനസ്സിലാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.